യെസ്, മാറുമോ മറിയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടി ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലെ ഒല്ലൂരിലേക്കാണ്. തൃശ്ശൂരിലെ മൊത്തം 13 നിയമസഭാ സീറ്റുകളിൽപ്പെട്ട അസംബ്ലി നിയോജക മണ്ഡലമാണ് ഒല്ലൂർ. സ്ഥാനാർത്ഥി ചിത്രത്തിലേക്ക് വരാം. കെ രാജൻ, നിലവിലെ റവന്യൂ മന്ത്രി, സിറ്റിംഗ് MLA, LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത്, UDF സ്ഥാനാർത്ഥി ബിജോയ് തോമസ്, NDA സ്ഥാനാർത്ഥി. റവന്യൂ മന്ത്രിയുടെ മണ്ഡലമായ ഒല്ലൂരിൽ ഇത്തവണ എന്ത് നടക്കുമെന്നതാണ് ആകാംക്ഷ. മന്ത്രി കെ രാജൻ മണ്ഡലം നിലനിർത്തുമെന്നതാണ് ഇടതു ക്യാമ്പിന്റെ ഉറച്ച വിശ്വാസം. UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത് മികച്ച മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത്. എന്തു സംഭവിക്കും എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ 3 തവണ എന്ത് സംഭവിച്ചു എന്ന ചിത്രത്തിലേക്ക് വരാം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ ഒല്ലൂരിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. 2011 UDF ഇതിനു മുമ്പ് അധികാരത്തിലേറിയ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ UDFനൊപ്പം നിന്ന മണ്ഡലമാണ്. 2011 6247 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി MP വിൻസെന്റ് അവിടെ ജയിച്ചു കയറിയത്. 2016 പക്ഷേ കെ രാജൻ വന്നു. 13248 വോട്ടിന് മണ്ഡലം കെ രാജനിലൂടെ LDF തിരിച്ചുപിടിക്കുന്നു. 2021 രാജന്റെ തുടർച്ച 21506 വോട്ടായി രാജൻ ഭൂരിപക്ഷം ഉയർത്തുന്നതാണ് നമ്മൾ 2021 കണ്ടത്. അങ്ങനെ കഴിഞ്ഞ 2 തവണകളിലും LDFന്റെ ഉറച്ച കോട്ടയായി പരിഗണിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഉറച്ച കോട്ടയായി നമ്മൾ കരുതുന്ന ഒല്ലൂരിൽ ഇക്കുറി എന്ത് സംഭവിക്കും എന്നതാണ് ചോദ്യം. ഞങ്ങളുടെ പ്രതിനിധി നട്രാജ് പരശുറാം തൃശ്ശൂരിൽ നിന്ന്. നട്രാജ്, തൃശ്ശൂരിലെ മാത്രമല്ല സംസ്ഥാനത്തിന് ശ്രദ്ധേയമായ മണ്ഡലമായി ഒല്ലൂർ മാറുകയാണ്. കെ രാജന് ഒരുപക്ഷെ ഇക്കുറി എല്ലാ മണ്ഡലങ്ങളിലും പോകേണ്ട, എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിനെത്തേണ്ട, അവരുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ കൂടിയായി നിൽക്കുമെന്ന് നമ്മൾ കരുതപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ തന്നെ നിന്ന് പ്രചാരണത്തിൽ മുഴുകേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് ഒല്ലൂർ പോയിരുന്നു. ഏറ്റവും ഒടുക്കം വോട്ടെടുപ്പും ഇപ്പറഞ്ഞ എക്സിറ്റ് പോളും ഒക്കെ കഴിയുമ്പോൾ 3 മുന്നണികളുടെയും പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഒല്ലൂരിൽ എന്ത് സംഭവിക്കും നട്രാജ്? വലിയ മത്സരം തന്നെയാണ് ഇത്തവണ ഒല്ലൂരിൽ നടന്നത്. ഒല്ലൂർ ഒരു ഇടത് കോട്ടയെ നമുക്ക് കരുതാൻ കഴിയില്ല. തൃശ്ശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലം, അത് പക്ഷേ മലയോര മേഖലയും വനമേഖലയും ഒക്കെ തന്നെ പെടുന്ന മണ്ഡലം കൂടിയാണ്. ഇവിടെ രാജൻ എന്ന സ്ഥാനാർത്ഥിക്കാണ് ഇവിടെ വലിയ പിന്തുണ എന്ന് പറയേണ്ടി വരും. ഇടതുപക്ഷത്തിന്റെ CPIയുടെ സീറ്റാണ്. രാജൻ മാറിയാൽ ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് മറിഞ്ഞേക്കുമെന്ന് LDF പോലും പേടിക്കുന്ന ഒരു മണ്ഡലമാണ് ഒല്ലൂർ എന്ന് പറയാം. ഷാജി ജെ കോടങ്കണ്ടത്തിലൂടെ മികച്ച മത്സരമാണ് ഒല്ലൂരിൽ കോൺഗ്രസും കാഴ്ചവെച്ചത്. പക്ഷേ ഒരു പൊടിക്ക് മുൻതൂക്കം റവന്യൂ മന്ത്രിക്ക് ഉണ്ട് എന്ന് പറയേണ്ടി വരും. സംസ്ഥാനത്ത് മറ്റു മന്ത്രിമാർ തോൽവിയെ നേരിടേണ്ടി വരുമെന്ന് പറയുമ്പോൾ റവന്യൂ മന്ത്രിക്ക് തോൽവിയെ നേരിടേണ്ടി വരില്ല എന്ന് LDFൽ ഉള്ളടക്കം പലരും പറയുന്നതും ഈ ഒരു വിശ്വാസം വെച്ചുകൊണ്ടാണ്. രാജന്റെ ജനകീയത തന്നെയാണ് ഇതിന് കാരണം. നിരവധി പട്ടയങ്ങൾ ഈ ഭാഗത്ത് വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും വലിയ രീതിയിൽ രാജനെ ഇവിടെ ജനകീയനാക്കിയിട്ടുണ്ട്. ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന മന്ത്രി പലപ്പോഴും ഒരു വിളിക്ക് കയ്യിൽ ഫോണിൽ മറുപടി കിട്ടുന്ന ഒരു ആക്സസിബിലിറ്റി കൂടി സിറ്റിംഗ് MLAക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് രാജന് പലപ്പോഴും ഗുണം ചെയ്തു എന്ന് പറയാം. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ UDF ക്യാമ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വികസനം വേണ്ടത്ര വന്നില്ല എന്ന ആരോപണവും UDF ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഷാജി കോടങ്കണ്ടത്തിനെ പോലെ ടോൾ പ്ലാസ വിഷയം ഉൾപ്പെടെയുള്ള പൊതുവിഷയങ്ങളിൽ വലിയ നിലപാടെടുക്കുകയും വിജയം കാണുകയും ചെയ്ത സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയതോടെ ശക്തമായ പോരാട്ടം മണ്ഡലത്തിൽ നടത്തി എന്നുള്ളൊരു പ്രതീക്ഷ. ഒരു പൊടിക്ക് മേൽക്കൈ രാജനുണ്ടെങ്കിലും ചിലപ്പോൾ മണ്ഡലം മറിഞ്ഞേക്കാം എന്ന് കോൺഗ്രസും പ്രതീക്ഷ അർപ്പിക്കുന്നു. നേരത്തെ സൈഫുദ്ദീൻ പറഞ്ഞ പോലെ 2011 വിൻസെന്റിനൊപ്പം നിന്നെങ്കിൽ രാജൻ വന്നതിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല LDFന് എന്നുള്ളതാണ് സ്ഥിതി. ഇത്തവണ ഉണ്ടാകുമെന്നറിയില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്ക് നൽകിയ മണ്ഡലം കൂടിയാണ് ഒല്ലൂർ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെ നോക്കുമ്പോഴാണ് ചാരിയും ചരിഞ്ഞുമുള്ള ഒല്ലൂരിന്റെ നിൽപ്പ് എങ്ങോട്ടാണ് എന്ന് ഒരു തോന്നൽ നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാറുമോ മറിയുമോ എന്നുള്ള പങ്ക്തിയിൽ നമ്മൾ ഒല്ലൂരിനെ ഉൾപ്പെടുത്തുന്നതും. 4 പഞ്ചായത്തുകളാണുള്ളത്. 2 ഭരണം LDFനും 2 ഭരണം UDFനുമാണ് അവിടെ ഉള്ളത്. മാടക്കത്തറയും നടത്തറയും LDF ഭരിക്കുമ്പോൾ പുത്തൂരും പാലഞ്ചേരിയും UDF ആണ് ഭരിക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷന്റെ 12 ഡിവിഷനുകൾ ഒല്ലൂർ മണ്ഡലത്തിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ 16 നഗരസഭാ വാർഡുകളുണ്ട്. അതിൽ 12 UDFനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. BJPക്കും അല്പം വോട്ടുള്ള സ്ഥലം തന്നെയാണ്. കഴിഞ്ഞ തവണ B ഗോപാലകൃഷ്ണൻ 22,000 വോട്ടുകൾ നേടിയ സ്ഥലമാണ്. ഇവിടെ ബിജോയ് ഇത്തവണ നിർത്തിയിരിക്കുന്നു. ബിജോയ് നാട്ടുകാരൻ കൂടിയാണ്. ഇത്തവണ ബിജോയ് ഈ വോട്ടുകൾ മുഴുവൻ നേടുമോ? ബിജോയ്ക്ക് വോട്ടുകൾ കുറയുമെങ്കിൽ BJP വോട്ട് ആർക്ക് പോകും തുടങ്ങിയ കാര്യങ്ങൾ വളരെ വളരെ നിർണായകമാണ്. ഷാജി ജെ കോടങ്കണ്ടത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോൾ പ്ലാസ വിഷയം മാത്രമല്ല മറ്റ് വിഷയങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇടപെട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ഷാജിക്കൊപ്പം നിൽക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. അതുപോലെ തന്നെ ആദിവാസി വോട്ടുകൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആദിവാസി മേഖലയിലുള്ള വോട്ടുകൾ, ഇതെല്ലാം വളരെ നിർണായകമാണ്. എന്തായാലും
ഒല്ലൂർ ആർക്കൊപ്പം എന്നുള്ളതിൽ ആകാംക്ഷ ബാക്കിയാണ്. ഒരു പൊടിക്ക് മുൻതൂക്കം കെ രാജൻ ഉണ്ടെന്നതും പറഞ്ഞു വെക്കേണ്ടി വരും. യെസ്, ഭരണവിരുദ്ധ വികാരം അലയടിക്കും, അതിനൊപ്പം ഒല്ലൂരും മറിയും എന്ന പ്രതീക്ഷയിലാണ് അവിടെ UDF ക്യാമ്പുള്ളത്. പക്ഷേ ഏത് തരംഗമടിച്ചാലും ഏത് കാറ്റടിച്ചാലും അതിനെ തടുത്തു നിർത്താൻ കെൽപ്പുള്ള ഗജരാജനാണ് കെ രാജൻ എന്ന വിശ്വാസത്തിൽ തന്നെയാണ് അവിടെ LDF ക്യാമ്പും ഉള്ളത്. എന്ത് സംഭവിക്കും ഒല്ലൂരിൽ എന്നുള്ളത് ഈ രാഷ്ട്രീയ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷയാണ്. മെയ് 4 വരെ കാത്തിരുന്നേ പറ്റൂ.